നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം. കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. ജസ്ന സലീം കൃഷ്ണന്റെ പടം വരച്ച് വൈറലായ ഒരു മുസ്ലിം യുവതി. അയ്യോ, ഇനിയിപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു ഹിന്ദു യുവതി, അങ്ങനെ ഇനി പറയാൻ പറ്റത്തുള്ളൂ. കാരണം ജസ്ന എന്നെ പരസ്യമായിട്ട് വന്നിരുന്നിട്ട് പറയാണ്, ഞാൻ എന്റെ മതം ഉപേക്ഷിച്ചു, ഞാൻ ഇനി ഒരു ഹിന്ദു പെൺകുട്ടിയായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് തന്റെ മതം പരസ്യമായിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് വിളിച്ചിങ്ങനെ പറയുകയാണ്. ഏതാണ്ട് വലിയ കാര്യം പോണെങ്കിൽ വിളിച്ചിങ്ങനെ പറയുകയാണ്, ഞാൻ എന്റെ മതം ഉപേക്ഷിച്ചു എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവരിങ്ങനൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കിപ്പം മനസ്സിലായിട്ടുണ്ട്, ഇനി തട്ടമിട്ടിട്ട് ഹിന്ദുക്കളെ പറ്റിച്ച് നടക്കാൻ ഇനിയും കഴിയത്തില്ല എന്ന് ഈ ജസ്നയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഒരു തട്ടം ഇട്ടുകൊണ്ട് അവരുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനിയിപ്പൊ ഹിന്ദുമതത്തില് അങ്ങ് ചേരാം, എങ്കിലല്ലേ ഇനി കോപ്രായങ്ങളൊക്കെ അവിടെ ചെന്ന് കാണിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് വന്നത്. വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിലാണ് അവരിതൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നത്. ഇതിനകത്ത് കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ കുറെ ഹിന്ദു സഹോദരങ്ങൾക്ക് കുറെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കുറെ ആൾക്കാർ പറയുന്നത്, നീ ഞങ്ങളെയും കുറെ പറ്റിച്ചതാണ്, നീ ദയവ് ചെയ്ത് അങ്ങോട്ടൊന്നും കയറി വന്നേക്കരുത്, ഞങ്ങൾക്ക് ഇനി നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്, ഇനി ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ടൊന്നും കയറി വരല്ലേ എന്നും പറഞ്ഞിട്ടാണ് കുറെ കമന്റ്സുകളൊക്കെ അതിൽ വന്നിരിക്കുന്നത്. ഒരാളൊന്നും അല്ല കേട്ടോ, കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ്സ് ഇട്ടേക്കുന്നത്, ഇനി അങ്ങോട്ടൊന്നും ദയവ് ചെയ്ത് അങ്ങോട്ടൊന്നും വന്നേക്കരുത് എന്നാണ് ഈ ഹിന്ദു ആൾക്കാരെല്ലാം പറയുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തോട് ഇത്രയും കടുത്ത ശത്രുത? ഇവരെന്തോ കടിക്കാൻ ചെന്നോ മുസ്ലിം സമുദായം? ശരിക്കും ഇവര് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറെ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടി. ഇവരുടെ തോന്നിവാസം കാരണം അവിടെ ആണെങ്കിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതൊക്കെ നിരോധിച്ച്, ഇവരൊറ്റ കാരണം അവിടെ ഹൈക്കോടതി ഇടപെട്ട് പിന്നെ അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കരുത് എന്നുള്ള നിരോധനവും വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കാരണക്കാരി ഈ ജസ്നയാണ്. തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്ത് അല്ലെ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു മതത്തിന്റെ പേരിൽ ഇപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. നല്ല തീരുമാനം. കാര്യം ഏതിലെങ്കിലും എപ്പോഴും നമുക്ക് അതാണ് നല്ലത്. നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പം ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും നിങ്ങളടക്കം ചിന്തിക്കും ഞാൻ ഹിന്ദു ആയോന്ന്. ഞാൻ ഹിന്ദു ആയിട്ട് എൻ്റെ വിശ്വാസം അത് എന്താണെന്നുള്ള എൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങൾ അത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ, ഇവർക്ക് ഇസ്ലാമിനോട് യാതൊരു താല്പര്യവും ഇല്ല. ഇവര് പേരിന് വേണ്ടിയിട്ട് ഒരു മതം കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ലാന്ന് ഇവർക്ക് തന്നെ ഇപ്പോഴാണ് അത് സ്വയം തോന്നി തുടങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസും ഫുള്ള് ഇവരെ അങ്ങ് കൈയൊഴിഞ്ഞ് വിട്ടിരിക്കുകയാണ്. കാരണം ഈ മാതിരി പ്രവൃത്തികളൊക്കെ കാണിക്കുമ്പം ആരാണ് കൂട്ടു നിൽക്കുന്നത്? അങ്ങനെ മുസ്ലിംസ് എല്ലാം കൈയൊഴിഞ്ഞ് വിട്ട് അപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഞാൻ ഇതിനകത്ത് നിന്നിട്ടൊരു കാര്യമില്ല, ഇനിയിപ്പൊ പൊട്ടൊക്കെ ഇട്ടിട്ട് ഹിന്ദുവായിട്ട് തന്നെ നടക്കാം. അതാണ്
അതാണ് എന്റെ ജീവിതത്തിന് നല്ലത് എന്ന് തോന്നിയിട്ടായിരിക്കാം ഇപ്പൊ ഇങ്ങനെ ഈ ഒരു കോപ്രായത്തിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവര് വരയ്ക്കുന്ന കൃഷ്ണന്റെ പടത്തിൽ പോലും കള്ളത്തരം ഉണ്ട് എന്നാണ് ഹിന്ദുക്കൾ തന്നെ പറയുന്നത്. കാരണം ഇവര് ലൈവായിട്ട് വന്നിരുന്നിട്ട് ഒരു കൃഷ്ണന്റെ പടം വരച്ച് ഇതുവരെയും കണ്ടിട്ടില്ല. അത് ആർക്കോട്ട് ഇവര് കാണിച്ചു കൊടുക്കുന്നുമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരിങ്ങനെ കള്ളത്തരം ഉണ്ട് എന്ന് തന്നെ പറയുന്നത്. പിന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട്, മരണപ്പെട്ടു കഴിഞ്ഞാല് എവിടെയാണ് ഖബർ അടക്കുന്നത്? മുസ്ലിങ്ങൾ പള്ളിയിലല്ലേ ഖബർ അടക്കുന്നത്, അപ്പൊ ജസ്നെ എവിടെയാണ് ഖബർ അടക്കുന്നത് എന്ന്. അപ്പൊ ചോദിക്കുക, അപ്പൊ ഈ ജസ്നയുടെ മറുപടി എന്തായാലും നല്ല രസകരമായ മറുപടി ആയിപ്പോയി. പള്ളിയിൽ അടക്കിയില്ലെങ്കിൽ ഞാൻ വീടിന്റെ തെക്കേ പറമ്പിൽ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ട് എന്ന്. എന്താ പറയാ, ഒരു മുസ്ലിമിന് അത് പള്ളിയിൽ തന്നെ അടക്കാൻ പറ്റണം എന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ്. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമുക്കറിയില്ല. അതേപോലെ ഞാനൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് സുബഹി നിസ്കാരത്തോടുകൂടെ എൻ്റെ വീട്ടിൽ പാല് കാച്ചി വീട്ടിലേക്കിട്ട് കയറിയെന്ന്. അപ്പൊ അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്ന സലീമിന് ഇനി മതമില്ല എന്നുള്ളത്. അപ്പൊ ഒരാൾ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു, മതമില്ലാത്ത ഒരാൾ എങ്ങനെ സുബഹി നിസ്കാരം നിസ്കരിച്ചു? ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല. സുബഹി നിസ്കാരത്തിന് ശേഷം മൊയ്ലൂദോതി എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസപ്രകാരം, കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണന് ഹോമം കഴിച്ചിട്ടൊന്നല്ല ഞങ്ങൾ വീട്ടിൽ കയറിയത്. ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങളുടെ മതപ്രകാരം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മതപ്രകാരം അവരവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കാലം അവരെങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും. അവർക്കൊരു മനസ്സിനൊരാഗ്രഹം ഉണ്ടാവും, ഇന്ന കാര്യം കൊണ്ട് ഇന്ന രീതിയിൽ കയറണമെന്ന്. ആ രീതിയിൽ അവർ കയറി. കൂടെ ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നേ ഉള്ളൂ. അവനവന്റെ മതത്തിൽ വിശ്വസിച്ചു മരിക്കാനും വേണം ഒരു ഭാഗ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിമായി ജനിച്ച് അല്ലെ ഹിന്ദുവായി ജനിച്ച് നമ്മൾ ആ മതത്തിൽ തന്നെ നമ്മൾ മരണപ്പെടാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഈ ജസ്ന വിചാരിച്ച് ഞാനിപ്പോ തട്ടമൊക്കെ എടുത്ത് മാറ്റി പൊട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇസ്ലാം മതം ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ഭയങ്കര ഇവിടെ ഏതാണ്ടൊക്കെ അങ്ങ് മലമറിച്ച് കളയും എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു ജസ്നയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എന്താ പറയാ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയത്തില്ലേ, അത്രയേ ഉള്ളൂ. ഹിന്ദുമത വിശ്വാസികൾ ഇവരുടെ വീഡിയോസിന് അടിയിൽ വന്നിട്ട് ശക്തമായിട്ട് തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇവളുടെ കള്ളത്തരങ്ങളൊന്നും ഇനി അവിടെ നടത്തില്ല എന്ന് തന്നെയാണ് അവർ ശക്തമായിട്ട് തന്നെ പറയുന്നത്. ജസ്ന പുതിയ വീട് വെച്ചിട്ട് സുബഹി നമസ്കാരത്തിന് ശേഷം പാല് കാച്ചി കയറി എന്ന് പറയുന്നു. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, സുബഹി ഒന്നും ഞാൻ നിസ്കരിക്കത്തില്ല, എനിക്കതൊന്നും വിശ്വാസമില്ല, പിന്നെ എന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ അങ്ങ് ചെയ്തതാണ്, സുബഹി കഴിഞ്ഞിട്ട് എന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ അങ്ങ് നിന്നു കൊടുക്കുവാണ്. എന്താ പറയുക ഇതിനൊക്കെ? ശരിക്കും പറഞ്ഞാൽ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെയാണ് ഇതിനൊക്കെ കൊണ്ടുപോകേണ്ടത്. ഇവർ ഇസ്ലാം മതത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇസ്ലാം മതത്തിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഒരു പുല്ലും ഒരു പുണ്ണാക്കും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ളവർ ഇസ്ലാം മതത്തിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു മതത്തെ പോലും അവഹേളിക്കുന്ന രീതിയിലാണ് പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പോയത് നന്നായി.